പണ്ഡിതനോ മോഡേൺ സയൻസിൻ്റെ ആളോ ഇതെടുത്ത് പരിശോധിച്ചോട്ടെ. അവർക്ക് വേണ്ടതെല്ലാം ഇതിനകത്താണ്. ചൈതന്യവും പവറും തമ്മിലുള്ള അതിൻ്റെ പവർ വേറെയല്ല, വേറെ എങ്ങൊന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ വേറെ ഒന്നുമില്ല, ബോധമല്ലാതെ നമ്മുടെ ആ മനസ്സിൻ്റെ നിർമ്മമത്വമാണ്. ഗുരുവിനോളം ഉയരുകയാണ് നമ്മൾ. ഗുരുവിനോളം ഉയരുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തോളം ഉയരുക എന്നുള്ളതാണ്, അല്ലാതെ ഇൻഡിവിജ്വൽ കൺസെപ്റ്റ് പാടില്ല. ഇത് കൊണ്ടുപോകും DTP, ഇത് തിരിച്ചു വരും. അവ തമ്പുരാട്ടിയെ കാണിച്ചപ്പോൾ തമ്പുരാട്ടി പറഞ്ഞു ഇത് ഭയങ്കര സാധനം തന്നെയാണ്, ഇത് എൻ്റേതല്ല, ഈ ലാംഗ്വേജ് എൻ്റേതല്ല, യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജ് അല്ല, എൻ്റെ ഗുരുവിൻ്റെ ലാംഗ്വേജ്. 10 ലക്ഷം രൂപയ്ക്കകത്ത് എൻ്റെ ടോട്ടൽ എമോളുമെൻറ്റ്സ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയർമാനെ കൊണ്ട് അക്കൗണ്ട്സ് അപ്പം തന്നെ അന്ന് തന്നെ എൻ്റെ ഗുരുവിനെ ഞാൻ പിന്നെ തള്ളിക്കളയോ ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് കിട്ടിയ അവസാനം കിട്ടിയതാണ് ഈ വോയിസ് കോഡ് എന്ന് പറയുന്നത്. ഒന്നിനും ശ്രദ്ധിക്കാതിരിക്കുന്ന മെഡിറ്റേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കും. ചിലവരുടെ ആ സ്ത്രീ കൊള്ളാം, അവരുടെ കൈകൊണ്ട് എന്ത് കിട്ടിയാലും കൊള്ളാമെന്ന് പറയും. ദാരിദ്ര്യം മനസ്സിലാണ് മനുഷ്യർ. 18-ാം തീയതി പിന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ബഹുമാനപ്പെട്ട അശ്വതിരുനാൾ തമ്പുരാട്ടിയാണ് ആ 18-ാം തീയതി രാവിലെ 10 മണിക്ക് ഇത് നിർവഹിക്കുന്നത്. ഇത് തുടങ്ങുമ്പം തന്നെ ഞാൻ പൂർണ്ണമിതെന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാനല്ല, എനിക്കിതിന് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കത്തില്ല. ഞാൻ ചെയ്യുന്നു എന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യം തോന്നിയാൽ അന്ന് എനിക്ക് മേലുവേദന വരും. എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല, യാതൊന്നുമില്ല ഈ 79-ലും. കാരണം എന്താ, ഞാൻ ചെയ്യുന്നു എന്ന് ഞാൻ ഫീൽ വന്ന ഉടൻ തന്നെ ഞാൻ മാറിയിരുന്ന് ഭഗവാനെ അങ്ങയുടെ കാരണം എനിക്ക് ഈ ശരീരം തന്ന് ഈ ഒരു നല്ല ലോകത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് അപ്പം ഞാൻ ഓച്ചിറ പോകും, അല്ലെ അമ്പലപ്പുഴ പോകും. വേറെ 2 സ്ഥലത്തും പോലും തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടല്ലോ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഒന്നും കിട്ടാത്തത്. നമുക്കൊരു ഇല അനങ്ങാൻ പോലും പറ്റത്തില്ല. പവറാണ്, എനർജിയാണ്. ദേവി ഭാഗവത്തിൽ പറയുന്നുണ്ട്, നീ ആരാണ് ബ്രഹ്മാവേ? നിങ്ങൾ ആരുമല്ല, ഞാനാണ് സർവശക്ത പരാശക്തി. ഞാൻ അനങ്ങാൻ ചലനം എന്ന് പറയുന്നത് ആണ് ദേവി. ആ ചലനമാണ് എനർജി. ആ ചലനം തരുന്നത് അകത്തിരിക്കുന്ന ചൈതന്യമാണ്. ചലിച്ചോളൂ, അങ്ങോട്ട് പൊക്കോളൂ, ഇങ്ങോട്ട് പൊക്കോളൂ എന്ന്. അപ്പം ആ ചൈതന്യവും പവറും തമ്മിലുള്ള അതിൻ്റെ പവർ വേറെയല്ല, വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ വേറെ ഒന്നുമില്ല, ബോധമല്ലാതെ. അത് ഞാൻ എവിടെ വേണേലും ഏത് യൂണിവേഴ്സിറ്റിയിലും പറയും. ഇതിനു മുമ്പ് ഞാൻ സയൻസ് ഓഫ് യോഗ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ശാസ്ത്രജ്ഞന്മാരുടെ ഇതിൽ പോയി, ആയുർവേദ കോൺക്ലേവിൽ യോഗയുടെ മാത്രമാണ്. പക്ഷെ അതൊക്കെ ഒരു ചെറിയ സാധനം ഇത് വെച്ച് നോക്കുമ്പോൾ. അപ്പം നമുക്ക് എന്തിനെ വേണേലും ആകർഷിക്കാം. സൂര്യനെ ആകർഷിക്കുന്ന മന്ത്രം കൊടുത്തില്ലേ കുന്തിക്ക്? അതിന് സൂര്യനൊരു സോളുണ്ട്. അപ്പോഴേ എല്ലാവരും ഇപ്പം ഭഗവാനെ പ്രഭാകര സിദ്ധയോഗിയെ നമുക്ക് കിട്ടുന്നെന്ന് പറയുന്നത് നമ്മുടെ ആ മനസ്സിൻ്റെ നിർമ്മമത്വമാണ്. ഗുരുവിനോളം ഉയരുകയാണ് നമ്മൾ. ഗുരുവിനോളം ഉയരുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തോളം ഉയരുക എന്നുള്ളതാണ്, അല്ലാതെ ഇൻഡിവിജ്വൽ കൺസെപ്റ്റ് പാടില്ല. അവിടെ ഇടയ്ക്ക് മനുഷ്യനായ വരും, പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നു, ഒറ്റയ്ക്ക് നടക്കുന്നു. ഒരു വ്യക്തികളെയും കൂട്ടി ഞാൻ നടന്നിട്ടില്ല. ഇനി എവിടെ വിളിച്ചാലും ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ 2008 തൊട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കിടപ്പും എൻ്റെ യാത്രയെല്ലാം വീട്ടിൽ നിന്ന് മാറിയല്ലോ. ഇപ്പോഴെന്ന് വെച്ചാൽ 2020 തൊട്ട് ഈ വയസ്സായ കാലത്ത് ഞാനൊരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കും. ഒറ്റയ്ക്ക് ഇരിപ്പുവാണ് ജോലി, വലിയ എൻഗേജ്മെൻ്റ് ഒന്നിലും ഇല്ല. ഇത് എഴുതി ഇത് കൊണ്ടുപോകും, DTP എടുക്കും, ഇത് തിരിച്ചു വരും. അവ തമ്പുരാട്ടിയെ കാണിച്ചപ്പോൾ തമ്പുരാട്ടി പറഞ്ഞു ഇത് ഭയങ്കര സാധനം തന്നെയാണ്, ഇതിനകത്ത് വലിയ ചേർച്ച. ഞാൻ ഏതായാലും ഇതിനൊരു വായിക്കണമെങ്കിൽ കുറേ ദിവസം എടുക്കും. ഒരു ദിവസം മുഴുവൻ ഇതുപോലെ ഞങ്ങൾ 2 ആളും കൂടി ഇരുന്നു. അപ്പോൾ അവർക്കും ഉണ്ടാവാൻ പറ്റുന്നില്ല നമ്മുടെ കൂടെ. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി തന്നു. എന്നിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എൻ്റെ ബെറ്റർ ഫ്രണ്ടുണ്ട്, പന്തളം കോളേജിലെ HOD ഡോക്ടർ പ്രസന്നകുമാർ, ഭാഗവത പണ്ഡിതന്. അപ്പം ഞങ്ങൾ തമ്മിൽ വലിയ റിലേഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, നമുക്ക് അമ്മ DTP ഉണ്ടുണ്ട്. ഞങ്ങൾ ഓച്ചിറ റൂം എടുത്ത് 4 ദിവസം അവിടെ ഇരുന്ന് ഞങ്ങൾ 9 മണിക്ക് പുള്ളി വരും, ഞാനും വരും. ഓരോ വരും നോക്കും, ഓരോ വരും. വലിയ തിരുത്തൊന്നും ഇല്ലല്ലോ അമ്മ, ഘടനയ്ക്ക് വ്യത്യാസമില്ല, യാതൊന്നുമില്ല. അതുമല്ല ഇതൊരു ഡിവൈൻ സാധനമാണ്, നമ്മുടേതല്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാനിങ്ങനെ ഓച്ചിറ വന്ന് വയസ്സായതുകൊണ്ട് വന്നത്. അപ്പം ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം ഓരോ വരികൾ. എന്നിട്ടും എനിക്ക് സമാധാനമില്ല. ഇത് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ഞാനെന്താ പറയുന്നത്, ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ പറയുന്നൊന്നുമില്ലേ ഉള്ളൂ. പലരും ഇപ്പം ഞാൻ പറയാം, സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടാലും എന്ത് വേണേലും പറയാം. നമുക്ക് നമ്മളെ വിമർശിക്കാനുള്ള ഒരു പഴുത് നമ്മളത് പ്രമാണം കോട്ട് ചെയ്യണം. അങ്ങനെ ഇംഗ്ലീഷ് ഘടനയും ശരിയായിരിക്കണ്ടേ? ഓട്ടോമാറ്റിക് സെൻറ്റൻസാണ് വന്നിരിക്കുന്നത്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ അമൃത മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത MD വാസുദേവൻ സാറ്, ഇപ്പോൾ ഡീനാണ് പുള്ളി അവിടുത്തെ.
അപ്പോൾ പുള്ളി അവിടെ വന്ന എം ഡി വാസുദേവൻ സാറ്, അദ്ദേഹം അവിടെ വന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ വന്നു അവിടെ. DM വാസുദേവൻ, MD അല്ല, DM വാസുദേവൻ സാർ, ഡോക്ടർ വാസുദേവൻ നായർ. അപ്പം ഞാൻ അവിടെ അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് സാറിനെ ഒന്ന് കാണാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണാൻ പോയി. ഇതിൻ്റെ PDF ഇട്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം എനിക്കതിന് നോക്കിയിട്ട് അദ്ദേഹമാണ് പറഞ്ഞത് ആ സെക്കൻഡ് പാർട്ടും വളരെ യൂസ്ഫുള്ളാണ്, പിന്നെ സാധന അനുഷ്ഠാനത്തെക്കുറിച്ച് കൂടുതൽ എഴുതണം അമ്മ എന്ന് പറഞ്ഞു. ഞാനത് എഴുതിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രാഫി അധികമൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ഐ എന്ന് പറയുന്ന ഈ പേരാണെന്ന് ഞാൻ പറയുന്നുണ്ട് ഇതിനകത്ത്. ഐ എന്ന് പറയുന്ന രമാദേവി എന്ന് പറയുന്ന ആ പേര് എനിക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഐ അല്ല, ഐ ആം നോട്ട് വാട്ട് ഐ ആം. ഐ ആം നോട്ട് വാട്ട് ഐ ആം. നിങ്ങൾ പറയുന്ന ഈ ഐ അല്ല ഞാൻ. അത് പറഞ്ഞാൽ ലോകം സമ്മതിക്കുമോ? അപ്പം ഇത് ശരിക്കും അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ വിനീതമായിട്ട് ഞാൻ ലോകത്തോട് പറയുക, ഞാനൊന്നുമല്ല. പക്ഷേ ഈ നോളജ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഈ ലെവലോ ആ റെലത്തിൽ ഞാൻ നിൽക്കുന്ന ആ സൂപ്പർ ലെവലിൽ സിദ്ധലോകം എന്ന് വെച്ചോ, ആ എൻ്റെ ആ തോട്ട് ലെവൽ ദൈവത്തെ ഓർത്ത് ഭഗവാനെ എൻ്റെ ഗുരുദേവ ബ്രഹ്മമേ അതിൽ നിന്ന് എന്നെ മായ്ച്ച് കളരുത്, താഴെ കൊണ്ടുവരുതെന്നേ പറയുന്നുള്ളൂ. ചിലപ്പോൾ താഴെ വരാം, കൂടുതൽ അഹങ്കരിച്ച താഴെ വരാം. ഞാനിത് എഴുതിയെന്ന് 10 പേരോട് പറഞ്ഞു നടന്നാലേ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഈ ഒരു ലെവലിൽ നിന്ന് എന്നെ താഴ്ത്തരുത്, വേറെ ഒന്നും എനിക്ക് വേണ്ട. ചില പ്രാന്തന്മാർ പറയുന്നാൽ അവർ എപ്പോഴാണ് ഭ്രാന്ത് പിടിച്ച് ആ ലെവലിൽ അവർ നടക്കുമല്ലോ. പക്ഷേ ആളുകളെല്ലാം അമ്മയെ കണ്ണു വെക്കുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഈ വേലം പോകുന്നതെന്ന് പറയാം, ഒന്ന് ഓതി വിടാമെന്ന് പറഞ്ഞപ്പോൾ, അതായത് ഇതെൻ്റേതല്ല, ഈ ലാംഗ്വേജ് എൻ്റേതല്ല, യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജാണ്, അല്ല എൻ്റെ ഗുരുവിൻ്റെ ലാംഗ്വേജാണ്. എൻ്റെ ഗുരുവിൻ്റെയാ യൂണിവേഴ്സ്. ഞാൻ കണ്ടില്ലല്ലോ, യൂണിവേഴ്സിനെ ഞാൻ കയ്യും കാലും വെച്ച് കണ്ടില്ല, പരബ്രഹ്മത്തിനെ കണ്ടു. ഞാൻ കണ്ട ദൈവം എൻ്റെ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്, ഈ 225 അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ ഒരു പ്രൂഫിന് കക്ഷി ചെയ്തതാണിത്. കക്ഷിയുടെ ഒരു ഡിവോട്ടി അല്ലേ ഞാനല്ലേ, കക്ഷിയുടെ ഡിസൈപ്പിൾ അല്ലേ. നിങ്ങൾക്ക് എങ്ങനെ കിട്ടി പ്രഭാകര സിദ്ധിയോഗി നിങ്ങളുടെ കയ്യിലിരിക്കുകയാണെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. ഈ 50 കൊല്ലം, അതായത് ഇദ്ദേഹം സമാധി ആയി കഴിഞ്ഞാൽ ആരും ഇദ്ദേഹത്തിന് ഫോളോ ചെയ്തില്ല. ഈ പിന്നെ ഇൻ്റർനെറ്റൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പുരോഗമിച്ച് ഗൂഗിളൊക്കെ കണ്ടപ്പോഴാണ് ഫോട്ടോ എടുത്ത് വെച്ച് പറയുന്നത്. അതിനു മുമ്പ് ഇദ്ദേഹം ഒന്നും സാധിച്ചിട്ട്, അവധൂതന്മാരെ അറിയത്തില്ലല്ലോ, ഒരു സംഗതി അവധൂതന്മാരെ ശേഷിപ്പിക്കത്തില്ല. അവരുടെ ലെവലിൽ നിന്ന് അവർ താഴെ വരേണ്ടി വരും. ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കുക, ഇവിടെ ഓരോന്നുണ്ടാക്കുകയും ചെയ്താൽ വിഗ്രഹം ഒന്നും പിടിക്കാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തിരിശേഷിപ്പുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല, ഫാമിലിയുണ്ട്. എനിക്ക് ഒരിക്കലും എൻ്റെ കൂടെ സഹയാത്രികരായിട്ടുള്ള രാമനും ലക്ഷ്മണനും ഭരതനും ഈ പിള്ളേരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ഈ ജന്മത്തിൽ കിട്ടിയത് എന്നുവെച്ചാൽ സഫറിങ്സ്, ആ ക്രിസ്തുവിൻ്റെ പീഡയെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ പരനിന്ദയും ഒറ്റപ്പെടലും പട്ടിണിയും അതിനൊക്കെ ഉപരിയെന്ന് വെച്ചാൽ VRS എടുത്ത് ഞാനിത് മൂത്ത് വന്നപ്പോൾ 2004. അപ്പം എൻ്റെ സർവീസ് ബുക്കൊക്കെ ഒളിച്ചു വെച്ച ആൾക്കാർ അഹങ്കാരിയാണ് എന്നുവെച്ചാൽ ഞാൻ ഈ യജ്ഞശാലയ്ക്ക് പോവുക, തിരിച്ചു വരുമ്പോൾ മെമ്മോയോ ഹൈക്കോടതി വിടുക, തിരിച്ച് ഞാൻ കേസ് വാദിക്കുക. ഞാൻ മതപരമായിട്ടൊന്നിനും അല്ല പോയത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ VRS എടുത്ത് കഴിഞ്ഞിട്ട് 1 വർഷത്തേക്ക് പട്ടിണിയായിരുന്നു രാഹുൽ. ഒന്നും സേവിങ്സ് ഇല്ല, പ്രോവിഡൻറ്റ് ഫണ്ട് തന്നില്ല, പെൻഷൻ തന്നില്ല, ഒന്നും തന്നില്ല. പക്ഷെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ എൻ്റെ മുമ്പിൽ വന്നു. അതായത് എനിക്ക് മറക്കാനൊക്കത്തില്ല, കടവൂർ ശിവദാസൻ എന്ന് പറയുന്ന മന്ത്രിയെ, ഞങ്ങളുടെ മന്ത്രിയായിരുന്നു, ഞാനും അദ്ദേഹം കൂടെ ഭഗവത്ഗീത യജ്ഞം അവിടെ കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് നടത്തിയപ്പോൾ എനിക്കൊരു അവസരം തന്നൊക്കെ സംഘാടകർ. ദൈവത്തിൻ്റെ ആ നിമിത്തങ്ങളാണ്. ഞാനവിടെ ചെന്ന് പറഞ്ഞത് 8ാം അധ്യായമാണ്. ഇതിൻ്റെ ഓമിത്തി ഏകാക്ഷരം ബ്രഹ്മവ്യാഹരെന്ന് സാധാരണക്കാർ പറയത്തില്ല, ബാലകൃഷ്ണ സാറൊന്നും പറയത്തില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇവരാരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അടുത്തിരിക്കുക ഇതുപോലെ. അപ്പോൾ പറഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ഉണ്ടായിരുന്നതാണ്. VRS ഇല്ലല്ലോ, ഞങ്ങൾക്ക് സിസ്റ്റം ഇല്ലല്ലോ. അപ്പോൾ എന്നോട് ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ഞാൻ അന്നേരം ഒരു ചെറിയ കടലാസിനകത്ത് അവിടെ കിട്ടിയെന്ന് എടുത്ത് കൊടുത്തു. ഞാൻ വിചാരിച്ചു എന്നെ ഇനി പിന്നെ ജോലി കയറ്റി ബാക്കി ഇത്രയും കൊല്ലത്തെ 1 വർഷത്തെ ജോലി ചെയ്യാനാണ്. പക്ഷേ 3ാമത്തെ ദിവസം ഭഗവാൻ എൻ്റെ മുമ്പിൽ വന്നാലോ 10 ലക്ഷം രൂപയ്ക്കകത്ത് എൻ്റെ ടോട്ടൽ എമോളിമെൻറ്റ്സ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയർമാനെ കൊണ്ട് അക്കൗണ്ട്സ് അപ്പം തന്നെ അന്ന് തന്നെ മെസ്സേജ് കൊടുത്ത് ചോദിച്ചു മാവേലിക്കര ഡിവിഷനിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചോളാൻ പറയുക. എനിക്കിതൊന്നും പറയാതിരിക്കാൻ പറ്റുമോ ലോകത്തോട്? ദൈവത്തിൻ്റെ കളി, ഭഗവത്ഗീതയുടെ ശക്തി. ഞാൻ ഏതിനെ വിശ്വസിക്കുന്നോ അതിൽ ഞാൻ കംപ്ലീറ്റ് വിശ്വസിക്കണം. ആരും നമ്മളിനി മോഷണമാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കലയാണെങ്കിൽ അത് ഉപാസന എന്ന് പറയുന്ന അതിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചീറ്റ് ചെയ്യത്തില്ല, ഞാൻ അങ്ങേ ഒരിക്കലും ഞാൻ ഇകഴ്ത്തി പറയത്തില്ല.
എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അത് ചെയ്തു. ഒരിക്കലും ഞാൻ എൻ്റെ ഗുരുവിനെ വഞ്ചിക്കുകയോ എൻ്റെ ഗുരുവിനെ ഞാൻ പിന്നെ തള്ളിക്കളയോ ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് കിട്ടിയ അവസാനം കിട്ടിയതാണ് ഈ വോയിസ് കോഡ് എന്ന് പറയുന്നത്. ഇതിനപ്പുറം ഒന്നും എനിക്ക് തോന്നുന്നു ഇനി എത്ര റിസർച്ച് നടത്തിയാലും ഇതിനപ്പുറം ഒന്നും കിട്ടത്തില്ല. ഭാഗവതവും ഭഗവത്ഗീതയുമാണ് കിട്ടിയത്. അപ്പം ഈ ശബ്ദബ്രഹ്മം എന്നാണല്ലോ അവർ പറയുന്നത്. ആ ശബ്ദം ആദ്യമേ ബ്രഹ്മാവിനാണ് കിട്ടിയത്. ആ ഓം എന്ന് പറയുന്ന ശബ്ദം അതിനെ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ തപ എന്നാണ് ആദ്യമേ കൊടുക്കുന്നത്. മെഡിറ്റേറ്റ് ചെയ്തപ്പോഴാണ് ഇതെല്ലാം കോൺഷ്യസ്നസ് ആണ് കിട്ടിയത്. അപ്പം തപ, അപ്പം മെഡിറ്റേഷനാണ് വേണ്ടത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂർത്തിയെ നോക്കുമല്ല, ഒന്നിനെ ശ്രദ്ധിക്കാതിരിക്കുന്ന മെഡിറ്റേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. ഒരു സബ്ജക്റ്റ് അവിടെ വന്നാൽ അത് മെഡിറ്റേഷൻ അല്ല. ആൾക്കാരും സബ്ജക്റ്റ് വെച്ചാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാതിരിക്കുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ധ്യാനം, അകത്ത് ധ്യാനിക്കുക, അതാണ്. അപ്പോൾ ഇത് ഒത്തിരി വിഷയമാണ്. അത് ഒരു ദിവസം കൊണ്ടൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൈപ്പാട്ടിൽ വന്നു. അപ്പോൾ അത് തിരിച്ചു പോക്കിനെ കുറിച്ച് ഞാൻ ലായഭട്രാക്ഷം പറഞ്ഞിട്ടുണ്ട്. അബുണ്ടൻസ്, ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകിച്ച് ഗുരു പറയുന്നുണ്ട്. നമുക്ക് സമൃദ്ധി ഉണ്ടാകുന്നത് അത് നമ്മുടെ മനസ്സിൻ്റെതാണ്. ചിലവരുടെ ആ സ്ത്രീ കൊള്ളാം, അവരുടെ കൈ കൊണ്ട് എന്ത് കിട്ടിയാലും കൊള്ളാമെന്ന് പറയും. ദാരിദ്ര്യം മനസ്സിലാണ് മനുഷ്യർക്ക്. അങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ല. ഇവിടെ എൻ്റെ അച്ഛൻ്റെ തന്തയുടെ തറവാടാണ് ഈ യൂണിവേഴ്സ്. നമ്മുടെ അച്ഛനല്ലേ ഇത്. നമുക്ക് ഭക്ഷിക്കാനും ഭുജിക്കാനും സന്തോഷിക്കാനുമാണ് ബ്രഹ്മം ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടേതാണ്. അത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചേ കിട്ടുകയുള്ളൂ. ഓഹരി വാങ്ങിച്ചുകൊണ്ട് പിരിയുന്ന മകനെ പോലെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് പിടിച്ചാൽ എല്ലാം എനിക്ക് തരാൻ ഇവിടെ ആളുണ്ടെന്ന് ബ്രോഡ് മൈൻഡഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഇതെല്ലാം എൻ്റെ അപ്പോഴപ്പോഴും തരും, അങ്ങനെ വരണം. പക്ഷേ തന്നാൽ എന്താ ദാരിദ്ര്യം വരുന്നതിൻ്റെ കാര്യം, ഈ പണം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പ്രകൃതി നിരീക്ഷിക്കും. സ്പെക്ടാക്ടറാണ്. ഇതിൻ്റെ 10-1 ബുദ്ധി കുറഞ്ഞവർക്കും അവശർക്കും കൂടെ ജീവിക്കാൻ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുള്ളവരൊക്കെയാണ് വലിയ കോടീശ്വരന്മാരായിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് പറയുന്നത്, കുറച്ച് ധനം തന്നു കഴിഞ്ഞാൽ കൈ അറത്താൽ ഉപ്പ് തേക്കാത്തവരുണ്ട്. സന്നിപാതികളെന്നാണ് ഭാഗവതം പറയുന്നത്. ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അപ്പോൾ ദാനധർമ്മങ്ങളാണ് പ്രധാനമായിട്ട്. അന്നദാനം. അപ്പോൾ എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കളത്തട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ അന്നം കൊടുക്കുമായിരുന്നു അപ്പൂപ്പനൊക്കെ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് രാഹുൽ നിന്നോട് ഞാൻ തുറന്നു പറയാം. ഞാൻ അബാക്ക് മീഡിയ പലതിലും കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം വരുന്നത് ഭൗതികമായ ചില കാര്യങ്ങൾ, മന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നവരുണ്ട്, എന്താ പറയുന്ന പിശാചുക്കളെക്കുറിച്ച് പറയുന്നവരുണ്ട്, പിന്നെ അല്ലാതെ കുറച്ച്. അതൊക്കെ ഒരു സെക്കുലറാണ്. നമുക്ക് പറയേണ്ടത് എല്ലാവരും ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ പറയണം. ഇല്ലേ ഇമേജ് ഫോം ചെയ്യും. ഞാൻ ഈ ആൾക്കാരുമായിട്ട് അടുക്കാത്തതെന്ന് വെച്ചാൽ അവർ വന്നിരുന്ന് പ്രയർ ഹാളിൽ വന്നിരുന്ന് പറയുന്ന അവരുടെ വീട്ടുകാര്യം മുഴുവനും രാത്രിയിൽ എനിക്കിങ്ങനെ കാണാൻ പറ്റും. അവരുടെ ഭർത്താവിൻ്റെ പേര്, അവർ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ, ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ രാത്രി ഞാൻ പിന്നെ ഇരുന്ന് ധ്യാനിക്കണം. ചിലപ്പോൾ ഞാൻ ഹോമം ചെയ്യും. ആ ഇമേജ് ഉണ്ട്, ഓരോരോ സാധനങ്ങൾ അവിടെ വരും. അപ്പം ഇമേജ് ഫോം ചെയ്യാതിരിക്കണമെങ്കിൽ മൗനമാണ് ഏറ്റവും വലിയ തപസ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ അറിവുകൾ പറഞ്ഞു തന്നതിനും. ഇനിയും നമുക്ക് അടുത്ത മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. ഒരുപാട് നന്ദി. കാണാം. അബാക്ക് മീഡിയ എൻ്റെ ഒരു മീഡിയ തന്നെയാണ്. ഒത്തിരി മീഡിയാസ് ഇപ്പോൾ വരുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ രാഹുൽ നിങ്ങൾ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. കാര്യം ഒരു ചെറിയ വീട് പരിപാലിക്കുന്ന തൊട്ട് എന്തെങ്കിലും നെഗറ്റീവാണ്, അതെല്ലാം വേണം. ഇപ്പം എല്ലാവരും അങ്ങ് ബ്രഹ്മബോധത്തിലിരിക്കുവാണോ? സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഇവിടെ? അപ്പോൾ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടും സന്തോഷമാണ്. അമ്മ വളരെ തിരക്കിലാണ്. കാര്യം 18-ാം തീയതി പിന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ബഹുമാനപ്പെട്ട അശ്വതിരുനാൾ തമ്പുരാട്ടിയാണ് 18-ാം തീയതി രാവിലെ 10 മണിക്ക് ഇത് നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ കോപ്പികളൊക്കെ നമ്മൾ ശരിക്കും കൊടുക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു കൊച്ചു പെങ്കൊച്ചു, എൻ്റെ ഫ്രണ്ട്, ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ അവൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ അവൾക്ക് കല്യാണം നടക്കാതിരുന്ന കുട്ടിക്ക് ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം നടന്നു. പിന്നെ ഞാൻ 80 പേര് വരെ കൊടുത്തു. പിന്നെ ഇവളെ കിട്ടത്തില്ല. പെട്ടെന്ന് തന്നെ മാരേജ് നടന്നു. ഇംഗ്ലീഷ് അറിയാവുന്ന ആ DTP എടുക്കുന്ന ഒരു കൊച്ച് അവിടെ അടുത്ത് അതേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ഇതിനെക്കുറിച്ച് ഇത് പ്രമാണിച്ച് നടന്നുകൊണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ലോകത്തിലേക്ക് അബാക്ക് മീഡിയയിലൂടെ, ഞാൻ വേറെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷെ അബാക്ക് മീഡിയയിലൂടെ ഇത് പുറത്ത് വന്നിരിക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും ഏത് പണ്ഡിതനോ മോഡേൺ സയൻസിൻ്റെ ആളോ ഇതെടുത്ത് പരിശോധിച്ചോട്ടെ. അവർക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ശിവപ്രഭാകര സിദ്ധയോഗിയുടെയും ഇപ്പോൾ രാഹുലിൻ്റെയും കൂടെ ഒരു പ്ലേബാക്ക് ആയിക്കോട്ടെ. എല്ലാവിധ ആശംസകളും അമ്മ നേരുന്നു.
എനിക്ക് ഇപ്പം തന്നെ തിരിച്ചു പോയെങ്കിൽ അവിടെ ആശ്രമത്തിലെ വർക്ക് കിടക്കുകയാണ്. ഒരാളുടെ പണി ഒരു ദിവസം ചെയ്യണം. കാര്യം ഒരാളിന് ഒരുപാട് അവധൂതന്മാർക്ക് ഒത്തിരി ശിഷ്യരില്ല, ഡിവോട്ടീസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വികലമാക്കാതിരിക്കാനാണ് ഞാൻ ഒരുമ്പട്ട് ഇറങ്ങിയത്. എന്ത് കമന്റ് ഇട്ടാലും ഒരുപാട് സന്തോഷം എനിക്കും. എൻ്റെ കൂടെ വന്നിട്ടുള്ള ആളിന് ഒത്തിരിയൊക്കെ പറയാനുണ്ട്. വേറൊരു അവസരം എടുക്കാം. അപ്പം നമസ്തേ. നമുക്കിപ്പോൾ തൽക്കാലം ഇതിവിടെ ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിക്കാം അല്ലേ? അപ്പം ഞാൻ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ടേക്ക്. ശിവപ്രഭാര സിദ്ധിയുടെ ഏതാണ്ടൊരു ഒരു ഇമേജ് കിട്ടിയോ ഇപ്പം അമ്മയിൽ നിന്ന്? കിട്ടിയിട്ടുണ്ട്. അത്രയും മാത്രം മതി. അതിൽ അമ്മ സന്തുഷ്ടം. നമസ്തേ.